빔 삐빔 삐비비빔. 안녕하십니까? It's massive. Alright, what should everybody do right now? Subscribe to this YouTube channel. മോനെ സഞ്ജയ്, എന്താ അമ്മേ? അവളെന്തേ ഫുഡ് ഉണ്ടാക്കിയില്ല, വീട് വൃത്തിയാക്കിയിട്ടില്ല. അത് അവളിപ്പോഴും ഉറങ്ങ. പതിവില്ലാത്തയാണല്ലോ. ഞാൻ നോക്കട്ടെ. ഓ, തങ്ങലായിട്ട് പൊതലൂടി കിടക്കുന്ന നോക്കിയേ. ഡി കിട്ടേ എഴുന്നേക്കടി. ഈ എന്താ അമ്മേ? അവൾ എഴുന്നേറ്റില്ലേ? എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താണ് ഇത്? മുഴുവൻ ചോര. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പതിയെ മതിയെന്ന്. ഇതിനെ നീ കൊന്നോ? അത് നിന്നെയൊക്കെ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ, അല്ലെങ്കിൽ നമ്മൾ കൊലപാതകത്തിന് കേസെടുക്കും. വിദ്യയുടെ ഗാർഡിയൻ സാറാ? ഞങ്ങളാ. താൻ ഭർത്താവാണോ? അതെ. താൻ കയറി വന്നേ. എന്താ ഡോക്ടർ? പതിക്ക് ലോകദേശം നാണമുണ്ടോ? സ്വന്തം ഭാര്യ എല്ലാം കാട്ടിക്കൂട്ടിട്ട് കളിക്കുന്നു. എന്താണോ അത്ര പ്രശ്നം? നിങ്ങൾ ആരാ? ഇവന്റെ അമ്മയാ. കണ്ണിച്ചോര പോലും ഇല്ലാതെ ആ കുട്ടിയെ റേപ്പ് ചെയ്ത് ഉള്ളുവാകും ഒക്കെ നശിച്ചു കിടക്കുക. ദേഹം ചുറ്റും പാടുകളും മുറിവുകളും. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ബേസിക് ആയിട്ട് ന്യൂട്രിയൻസ് പോലും ഇല്ല. എനിക്കത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അയ്യോ ഡോക്ടറെ, അങ്ങനെ പറയല്ലേ. എന്റെ മകന്റെ ജീവിതമായത്. ആ കുട്ടിയെ മനുഷ്യ പരിഗണന പോലും കൊടുക്കാതെ നരകിച്ചിട്ടുള്ള ഓർക്കണായിരുന്നു. ഡോക്ടറെ പ്ലീസ്. പറ്റില്ല. എന്ത് വേണമെങ്കിലും തരാം. കാശ് വേണോ? അപ്പം മകന്റെ പാപത്തിന് കൂട്ടായിട്ട് അമ്മയുണ്ടല്ലേ? ടെസ്റ്റ് റിസൾട്ട് സ്റ്റിൽ എന്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരൊറ്റ വഴിയുള്ളൂ. നീ എഴുന്നേറ്റല്ലോ. ഞാനിപ്പോ എവിടെയാ? ഹോസ്പിറ്റലില്. എന്താ, എന്ത് പറ്റി? 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇവിടേക്ക് പറഞ്ഞേക്കല്ലേന്ന്. നോക്ക് ഇപ്പൊ ഞാൻ എവിടെയാന്ന്. അതിനെന്താ ഇത്ര വലുതായിട്ട് സംഭവിച്ചേ? ആ ചെറുക്കൻ്റെ തെറ്റ് പറ്റിയതല്ലേ? ഞാൻ ബോധം കിടന്നതിന് മുന്നേ ചോര കാലുകളുടെ ഇടയിലുള്ളത് അറിഞ്ഞതാ. അയാളോട് ചെയ്യല്ലെന്ന് കാല് പിടിച്ചു കരഞ്ഞു. പക്ഷെ അയാൾ ആദ്യമായി ഓർത്ത് കിടക്കുന്നയാളാ. എന്നെയാണ് ചെയ്യുമ്പോ പോലും അവളുടെ പേര് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എനിക്ക് പട്ടിവല. നായകൾക്ക് പോലും രാജവാഴ്ച. എന്നെ വെച്ച് നോക്കുമ്പോ പകല് മുഴുവൻ വേലക്കാരി, രാത്രി അയാളുടെ വേശി. വിദ്യ, എന്തൊക്കെയാ പറയുന്നേ? നിന്നിതൊക്കെ ആരെ പഠിപ്പിച്ചേ? ഉള്ളൊക്കെ വേദനിക്ക, ദേഹവും മാസം മുഴുവൻ കത്തിക്കാൻ തോന്നുന്നു. അവസരത്തിൽ പോലും നിങ്ങൾ അവരുടെ കൂടെയാണല്ലോ. സ്ത്രീകളുടെ ജീവിതം അങ്ങനെ. പുരുഷന്മാരെ സേവിക്കാനാണ് നമ്മുടെ ധർമ്മം. അയാളെയും അയാളുടെ കുഞ്ഞുങ്ങളെയും നോക്കി ജീവിതം അങ്ങ് തീർക്കണം. നീ ആ കേസ് പിൻവലിക്കണം. ഇവിടുത്തെ ഡോക്ടർ ഒന്നും അറിയാതെ സഞ്ജയ് മോനെതിരെ റേപ്പിന്റെ കേസ് കൊടുത്തു. പോലീസ് വരാറ്. സഞ്ജയ് നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് നീ ഈ കേസ് പിൻവലിക്കണം. അവൻ നിരപരാധിയാണെന്ന് പോലീസിനോട് പറയണം. ഇല്ല, ഞാൻ പറയില്ല. കെട്ടാച്ചരക്ക് വീട്ടിൽ ദോഷം വരുത്തും, പ്രത്യേകിച്ച് പിരിഞ്ഞവള്. നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ കയറ്റുമെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? അമ്മ, നിങ്ങളും 1 മാസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ നിന്നെ വീട്ടിലേക്ക് വിടാമെന്ന് അവര് പറഞ്ഞു. പിന്നെ ഇനി 25 പവൻ കൊടുക്കേണ്ട എന്നും പറഞ്ഞു. ഇനി കാറ് കൂടി കൊടുത്താൽ മതി. നീ കേസ് പിൻവലിച്ചില്ലേ, എന്തായാലും നിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നാ അവര് പറഞ്ഞു. അച്ഛൻ നിന്നെ വീട്ടിൽ കയറ്റാൻ പോണില്ല. ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണോ? അല്ലെങ്കിൽ വല്ല ചാക്കോ ഇങ്ങനെ ഭാരം ഒഴിവാക്കണ മാതിരി? വിദ്യ, ഞാൻ എവിടേക്ക് വരണില്ല. ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിന്നോളാം. ആ ഭാരം കൂടി നിങ്ങൾക്ക് കുറയല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ.
6 മാസം. ഹലോ മോളെ വിദ്യ. ആ ചേച്ചി. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആ ചേച്ചി. നീ പ്രതികരിക്കാറില്ലേ? 4 മാസം കൂടി നിക്ക്. ചേച്ചി എന്താടാ? എനിക്കെന്റെ ചേട്ടനെ കണ്ടുപിടിച്ചല്ലോ. അതിനെന്താ മോളെ, നിന്റെ ചേട്ടന്റെ പേര് പറ. പിന്നെ ആൾ എവിടേക്കാ പോയെന്നറിയോ? ചേട്ടന്റെ പേര് വിനയ്. നാട്ടിലില്ലെന്ന് മാത്രം അറിയാം. ആ ഏട്ടന് അബുദാബിയില് പോണെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോ സുഖമല്ലോ, ഞങ്ങളും എവിടെയൊക്കെ തന്നെയാ. ആണോ? മോള് പേടിക്കണ്ട, ഞാൻ മോൾക്ക് കണ്ടുപിടിച്ചു തരാം. താങ്ക് യു ചേച്ചി. അതൊക്കെ എന്തിനാ മോൾ? ആ എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, ഞാൻ പോട്ടെ. ബൈ ചേച്ചി. ഇതെന്താ ഇങ്ങനെ? ഇന്നലത്തെ ഫുഡ് പിടിച്ചില്ലായിരിക്കും. വിദ്യ, പണിയൊന്നും തീർക്കാതെ ഉറങ്ങി കിടക്കുവാണോ? എനിക്ക് വയ്യ. അങ്ങനെയാണ് തമ്പുരാട്ടിക്ക് പറഞ്ഞാൽ കിടത്തി ഒരുക്കി തരാം. എപ്പൊ നോക്കിയാലും ഇങ്ങനെ പറയുന്ന എന്തിനാ? മര്യാദക്ക് മനുഷ്യർ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? വിദ്യ, എന്റെ അമ്മയോട് മോശമായി സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് അന്നെ പറഞ്ഞതല്ലേ? മോനെ വേണ്ട. അമ്മ ഇടപെടണ്ട, ഇവൾക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഇവിടെ ഓടി വിട്ടില്ലേ നീ എന്ത് ചെയ്യും? തല്ലൂ? കേസ് കൊടുക്കൂ? നീ ഒന്നും ചെയ്യത്തില്ല. നീ വെറും പെണ്ണ്. എന്നെ തീറ്റിക്കാനും ഉടുപ്പിക്കാനും എന്റെ കൂടെ കിടക്കാനും മാത്രം ഉപയോഗമുള്ളവിടെ. എന്റെ 25 പവൻ നീ ഒറ്റ ഒരുത്തി കാരണം ഇല്ലാതെ എനിക്ക് ഇരട്ടി പണി എപ്പോ എടുക്കേണ്ടി വരുന്നത്. നീ എന്നിട്ട് ഇവിടെ സുഖിച്ചു കഴിയല്ലേ? അത്രയ്ക്ക് നീ ഇനി സുഖിക്കണ്ട. ഇതിനൊക്കെ പകരം ഞാനാക്കാം. എന്നോട് ചൂടാവണ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇപ്പൊ നോക്ക് എന്താ അവസ്ഥ. വലിച്ച കാര്യം ഓരോന്ന് കയറ്റി എങ്ങനെ ഇരിക്കും. എനിക്കത് പുറത്തു പോകണം. സാധനം വാങ്ങിക്കാനാ. എന്ത്? അതെനിക്ക് മറ്റേ എന്നിട്ടാണ് എന്റെ മുന്നിൽ നിക്കണേ? അതല്ല, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. ഞാൻ പൈസ വയ്ക്കുന്ന മരൊന്നുമല്ല. കാർഡൊക്കെ വാങ്ങിക്കാനാ. വല്ല തുണിയും വെച്ചിട്ട് അടുക്കള പിന്നെ വൃത്തികേടാ. മോശം. എത്ര വേണം? 300 മതിയാവും അമ്മേ. 300? 200 അങ്ങ് തരും, വേറൊന്നും ചോദിക്കണ്ട. എന്താ ചേട്ടായി പ്രഗ്നൻസി കിറ്റ്? ആ, എത്ര വേണം? ഒരിടത്തിന് എത്രയാ? 280 രൂപ. നല്ല ക്വാളിറ്റി ഉള്ളതാ, ആക്യുറേറ്റ് റിസൾട്ട്സ് തരും. ആ, വില കുറഞ്ഞതുണ്ടാവോ? പിന്നെ ഉള്ളത് 160 രൂപയുടെയാ. അത് മതി. ചേട്ടായി തിരുനാട്ടിലേക്കുള്ള ബസ് എപ്പോഴാ? ഇന്നിന് ബസ്സിലല്ലോ മോളെ. ഇനി ആകെ ഒരെണ്ണം ഉണ്ടായതെല്ലാം ബ്രേക്ക് ഡൗൺ ആയി. അയ്യോ. എന്താ മോളെ? ഒന്നുമില്ല ചേട്ടാ. മോൾക്ക് ഓട്ടോ വേണോ? അത് എന്റെ കയ്യിൽ വേണ്ടത്ര കാശില്ല. വീട്ടുകാരൊന്നുമില്ലേ? ഇല്ല. മോൾ എന്തായാലും കയറിക്കോ. തിരുനാട് വരെയല്ലേ, ഒരു 3 കിലോമീറ്റർ. അതിനത്ര പെട്രോള് പോകത്തില്ല. താങ്ക് യു ചേട്ടാ. ഇതാണോ വീട്? അതെ. ഓ, വേലക്കാരി ആയിരിക്കും അല്ലേ? അത് വേലക്കാരി തന്നെയാ.
അപ്പൊ ശരി മോളെ. അയ്യോ ചേട്ടാ പേരെന്തായിരുന്നു? ഞാൻ വേണു, 8 വേണു എന്നാ നാട്ടിലറിയപ്പെടുന്നത്. എന്റെ കയ്യിൽ 20 രൂപയുണ്ട്. എനിക്ക് ഇതേ ഇപ്പൊ ഉള്ളൂ. അത് മോള് തന്നെ വെച്ചോ. മുഖം കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ കൊച്ചമ്മയാണുങ്ങളൊക്കെ വേദനിപ്പിക്കാറുണ്ടല്ലേ. സാരില്ല, മോളെ സൂക്ഷിക്കുന്ന 20 രൂപയ്ക്ക് നാളെ ഒരു നല്ല വില സമ്പാദിക്കും. പോട്ടെ മോളെ. കുട്ടി എഴുന്നള്ളിയാ? കൊറേ എലികള് പുറകിൽ ചത്ത കിടപ്പുണ്ട്. എലിവിഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചായിരുന്നു. നല്ല നാറ്റം വരുന്നുണ്ട്. അതുങ്ങളെല്ലാം പോയി കുഴിക്കും. ഞാനൊന്ന് ടോയ്ലറ്റിൽ പൊക്കോട്ടെ. അതൊക്കെ കുഴിച്ചിട്ട് പോയാ മതി. പോസിറ്റീവ്. എടി, നിനക്ക് ഇറങ്ങാനായില്ലേ? എന്തുവാടി നിനക്ക് നീരാടാൻ ഇത്ര നേരം വേണം? അതമ്മേ, എനിക്കൊരു കാര്യം പറയണായിരുന്നു. എന്താന്ന് വെച്ചാ പറഞ്ഞു തോന്നെ. ഞാൻ പ്രഗ്നന്റ് ആണ്. ശരിക്കും? അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ. എന്തിന്? അടുത്ത കേസെടുക്കാനോ? വേണ്ട, ഇവിടെ നിന്നുള്ള മേലോട്ടൊക്കെ മതി. ഞാൻ കുറച്ചു നേരം പോയി കിടന്നോട്ടെ. ഗർഭിണിയായ പെണ്ണുങ്ങളൊക്കെ വീട്ടില് പണിയെടുക്കണം. എത്ര കാലം നീ ചെറുങ്ങനെയല്ലേ ചെയ്തുള്ളൂ. നീ നല്ലവണ്ണം ചെയ്തോളാം. പോയി മുറ്റടിച്ചു വരും. പോ. അമ്മേ, ഞാൻ പ്രഗ്നന്റ് ആണ്. അയ്യോ, എന്തേ? അത് എന്താ അമ്മേ? അല്ല, നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അതെന്താ? അത് എന്താ? ഞാനും അച്ഛനും കൂടി മാറി നിൽക്കാൻ പോവാ. അപ്പൊ വീടോ? അത് വിറ്റു. വിൽക്കാനോ? നിന്നെ കെട്ടിച്ചയച്ചു നിന്റെ ചേട്ടനാണ് നമ്മൾ ഇട്ടേച്ചും പോയി. അച്ഛനാണ് പണിക്കൊന്നും പോയി ശീലമില്ലെന്നറിയില്ലേ. കുറച്ച് കടങ്ങളൊക്കെ തീർക്കാൻ. അച്ഛനുണ്ടാക്കിയ കടങ്ങളൊക്കെ എന്തേട്ടൻ തീർത്തിട്ടാ പോയെ. പിന്നെ എവിടുന്ന് ഇതൊക്കെ കേറി വന്നത്? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ആയേ. എന്റെ തെറ്റാണോ? പിന്നല്ലാതെ. അതെ, എന്റെ തെറ്റ് തന്നെ. കല്യാണത്തലേന്ന് ഞാൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇതൊന്നും അനുഭവിക്കേണ്ട ഗതികൾ എനിക്ക് വരില്ലായിരുന്നു. ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാ. നീയൊക്കെ ചാവുക നല്ലത്. ഇപ്പൊ വന്ന് ഫുഡ് ഉണ്ടാക്ക്. ഏട്ടാ. എന്ത്? കേസ് കൊടുക്കാനാണോ? അല്ല, അത് പിന്നെന്താ? പ്രഗ്നന്റ്. ആരുടെയാ? എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ആരുടെയാന്ന്? എന്തായാലും എന്റേതാവത്തില്ല. എന്റെ കൂടെ മര്യാദക്ക് കിടക്കുന്ന നേരാത്തവള എന്റെ കുട്ടിയെ പേര് നടക്കാൻ പോന്നെ. സഞ്ജയ്, താനെന്റെ മാനത്തെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത്. തന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നു. നാണുണ്ടോ? എന്നെ നാണം പിടിപ്പിക്കണോ നീയാ? നോക്കടക്കി വെച്ചോ, അരിഞ്ഞോളിഞ്ഞ്. ഓ, ഇതെന്തോ അവിടെ തന്നെ ഉറങ്ങാനും സമ്മതിക്കണം. ഇറങ്ങി പോടി. ചേച്ചി, എന്താ മോളെ പതിവില്ലാതെ? എനിക്കിവിടെ പറ്റണല്ല ചേച്ചി. മോളെ, എനിക്ക് എന്നെ ഇവിടെ ഉള്ളവരെ കൊല്ലും ചേച്ചി. മോക്ക് എന്നാ വീട്ടിൽ പൊക്കൂടെ? അവർക്ക് പോയി ചേച്ചി. വീടൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ടോ പോയി. അയ്യോ, എന്താ ഹൈറ്റിൽ കിടക്കുന്നതിന്റെ തന്തി വിളിക്കുകയായിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എന്തേ, നിനക്ക് തയ്ക്കുന്നില്ലേ പുഞ്ഞാര മോളെ? കണ്ണവന്റെ കൂടെ കിടന്ന് തന്തയില്ലാത്തതിനൊക്കെ എന്റെ തലയെ കയറ്റി വെക്കാനാണോ നിന്റെ ഉദ്ദേശം? മയിരെ, എന്തായിരുന്നു നിങ്ങൾ ചാർത്തത്തെ നിങ്ങളെ ചോദ്യം ചെയ്യുന്നേ? അഹങ്കാരി.
വേദനിക്കും. വിദ്യയുടെ ആത്മഹത്യ ഭർത്തൃവീട്ടിലെ സൈകെട്ട പീഡനം മൂലമാണെന്ന് തെളിയിച്ചു. വിദ്യയുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ വിദ്യയുടെ ഭർത്താവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമായ സഞ്ജയ് വരുത്തി തീർത്തതാണെന്ന് പോലീസ് ഫോറൻസിക്സ് മുഖേന തെളിയിച്ചു. സഞ്ജയും സഞ്ജയുടെ അമ്മയുമായ ശ്രീജയും പോലീസ് അറസ്റ്റ് ചെയ്തു. നമുക്കിനി വിശദാംശങ്ങളിലേക്ക് പോകാം. അതെ ശ്രീജേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് 3 മാസം മുന്നേ വിദ്യയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലാണ്. സഞ്ജയ് തന്നെ വിദ്യയെ റേപ്പ് ചെയ്തിട്ട് ഈ ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ആക്കിയതായിരുന്നു. അന്ന് വിദ്യയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ കേസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യ അവരെ തടഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷവും നിരവധി തവണ ഇരയെ സഞ്ജയ് ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. ഇരയുടെ ശരീരത്തിൽ വേണ്ടത്ര പോഷകങ്ങളും ഇല്ല എന്ന് അന്ന് തന്നെ ഡോക്ടർ തെളിയിച്ചതായിരുന്നു. അതിന്റെ റിപ്പോർട്ട്സ് ഡോക്ടറിന്റെ കയ്യിലുണ്ട്. സഞ്ജയുടെ 2ാം ഭാര്യ ആണ് വിദ്യ. ആദ്യ ഭാര്യയുമായി 2 മാസത്തോളം കഴിഞ്ഞെങ്കിലും അവൻ എന്തോ കാരണങ്ങൾ കൊണ്ട് ഒളിച്ചോടുകയായി. വിദ്യ 3 മാസം ഗർഭിണിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി സുനിൽ, ഇനി നമ്മൾക്ക് വിദ്യയുടെ അമ്മയുടെ പ്രതികരണം കാണാം. നമ്മള് ജേർണലിസ്റ്റ് അവർ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. കൊന്നത് തന്നെയാ നശൂലങ്ങള്. എന്റെ കുട്ടി അവളെ നരകിച്ച് തീരുകയായിരുന്നു. അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം. നിങ്ങളോട് വിദ്യ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞു. മകൾ ഇത്ര പീഡനങ്ങൾ സഹിക്കുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിയില്ല? അത് അവളുടെ അച്ഛൻ ഇത്തിരി കർക്കശക്കാരന്. അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് വിദ്യ കേസ് പിൻവലിച്ചത് എന്നും പറഞ്ഞല്ലോ. അത് 25 പവനോളം സ്ത്രീധനം നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അവര് പറഞ്ഞ് കേസ് പിൻവലിച്ച ആ 25 പവൻ കൊടുക്കണ്ട എന്നും മോളെ ഡിവോഴ്സ് ആക്കത്തില്ല എന്നും പറഞ്ഞു. അതെന്താ, അവൾ ഡൈവോഴ്സ്ഡ് ആയാൽ അത് ഡൈവോഴ്സ് ഒക്കെ ആയാലും നാട്ടിൽ പോലും നടക്കാൻ കൊള്ളൂല. നിങ്ങളുടെ മകൾക്ക് പിന്നെ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കും എന്നാണ് വിചാരിച്ച് വച്ചിരുന്നത്? നമുക്കറിയില്ലായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തന്നെ ആദ്യം ശിക്ഷിക്കണം. ആ കുട്ടിയുടെ കോൾ റെക്കോർഡിങ്സും ചാറ്റ്സും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. 1000 വട്ടം ആ കുട്ടി തിരികെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവളുടെ വാക്ക് പോലും വകവെച്ചില്ല. എന്നിട്ട് സഹികെട്ട് പോയപ്പോൾ അവർക്ക് കുറ്റം. നിങ്ങൾ മാതാപിതാക്കൾ കാരണമല്ലേ ആ കുട്ടി വിവാഹബന്ധത്തിൽ ഉൾപ്പെട്ടത്? അവളുടെ പഠിപ്പ് മുടങ്ങി എന്തുകൊണ്ട് നിങ്ങൾ കടങ്ങൾ വാങ്ങി കല്യാണം കഴിപ്പിച്ചു? അതിനുശേഷം അവനെ തന്നെ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് കേണപേക്ഷിച്ചിട്ട് പോലും അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിച്ചേനെ. ഓൺലൈനിലുള്ള കുറെ ഹാഷ്ടാഗുകളും കുറെ പാരഗ്രാഫുകളിലൂടെയും ജനങ്ങൾ എന്റെ മരണം ആഘോഷിച്ചേനെ. 2 ആഴ്ചക്കുള്ളിൽ ഞാനെന്നയാളുടെ ഐഡന്റിറ്റി പോലും മറിഞ്ഞു പോയേനെ. അതിനുശേഷം അയാളെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. എന്റെ വീട്ടുകാരെ പോലെ വേറെ ഏതെങ്കിലും കുട്ടിയുടെ തലയിൽ അയാളെ കൊണ്ടെത്തുകയും ചെയ്യും. ഒരു പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മോളെ വെച്ചു, ഏട്ടൻ ചിലപ്പോ മോളുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്റെ കുട്ടി നിന്നു പോകരുത്. കുറെ പേര് തകർക്കാനൊക്കെ ഉണ്ടാവും. തളരരുത്. ഏട്ടൻ പോയാലും പിടിച്ചു നിൽക്കണം. ചിലപ്പോ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും നിനക്കെതിരെ തിരിയുക. പക്ഷെ പേടിക്കരുത്. ചേട്ടൻ അറിഞ്ഞോ അറിയാതെയോ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ സ്ട്രോങ് ആയ അനിയത്തി കുട്ടിയല്ലേ നീ. ജയിക്കണം. ആർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. സോ എന്റെ വെച്ചു തളരരുത്. എനിക്ക് പറ്റില്ല. എനിക്ക് ജീവിക്കണം. എന്റെ കുഞ്ഞ് അമ്മയോട് ക്ഷമിക്കട്ടോ. പിന്നീട് ഞാൻ ഏറ്റുവാങ്ങിയ എല്ലാ പീഡനങ്ങളുടെയും തെളിവുകൾ എടുത്തു വെക്കാൻ തുടങ്ങി. വീഡിയോ വഴിയും ഫോട്ടോ വഴിയും വോയിസ് നോട്ട്സിലൂടെയും. ആ സമയമാണ്
ഞാൻ വേറൊരു കൺവെർസേഷൻ കേൾക്കുന്നത്. 3 ആഴ്ചക്കുള്ളിൽ ആ സ്വർണം ബാങ്കിൽ കൊടുക്കണം. ഇനി വെച്ച് താമസിപ്പിക്കാൻ വയ്യ എനിക്ക്. എനിക്ക് അർഹതപ്പെട്ട സ്വർണം ഇല്ല, ഞാൻ ആർക്കും കൊടുക്കില്ല. 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു കോള് വന്നു. ഹലോ, ഇത് വിദ്യയല്ലേ? അതെ. തന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. അതെ, താങ്കൾ ആരാ? പ്രിയ, സഞ്ജയ് എക്സ് വൈഫ്. പ്രിയ? യെസ്, ഞാൻ തന്നെ. ഹായ്. എന്താ വിളിച്ചേ? അത് എന്ത് പറ്റി ചേച്ചി? ഞാൻ 10 മാസം മുന്നേയുള്ള എന്നെ കണ്ടു. അതും നിന്നിലൂടെ. വല്ലാതെ ക്ഷീണിച്ചു. അതിനെന്നെ അറിയോ? വളരെയേറെ. പക്ഷെ ഇപ്പൊ എനിക്കത് പറയാൻ അനുവാദമില്ല. ഓ മോളെ, അവിടെ നിന്ന് എന്റെ കൂടെ പോരെ. നിനക്ക് വേണ്ട ഷെൽട്ടർ ഞാൻ ഒരുക്കി തരാം. ഞാനല്ല ചേച്ചി വിചാരിച്ചു വച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് വേറെ കടങ്ങൾ വീട്ടാനുണ്ട്. നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യും. അല്ല, ഇതൊക്കെ എന്തിനാ? കഴിക്ക്. ഇനി നീ രക്ഷപ്പെടുന്നത് വരെ പട്ടിണിക്ക് തുല്യാണെന്ന് എനിക്കറിയാം. സോ പട്ടിണിയിലായ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി. എനിക്കൊന്നും കേൾക്കണ്ട, നീ കഴിക്ക്. അങ്ങനെ ദിവസങ്ങൾ കടന്നു. ആ ദിവസം വന്നെത്തി. ഈ നരകത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പോകുന്ന ദിവസം. പ്രിയ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്ലാൻ ചെയ്തു. കൂടാതെ രക്ഷപ്പെടാൻ വീണ ചേട്ടനെ ഞാൻ വിളിച്ചു. എന്റെ അർഹതപ്പെട്ട സ്വർണം കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി. വേഗം കേറുമോളെ, മോളെ പൊക്കോ. ശരി ചേട്ടാ, ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എനിക്കും മോളെ പോലൊരു മോളെ വീട്ടിലുണ്ട്. അതിനെ പോലൊക്കെ തന്നെയാ എനിക്ക് കുഞ്ഞു. മോളെ ചെല്ല്. പോട്ടെ. എല്ലാം കയ്യിലില്ലേ? ആ, ഒന്നൊഴിച്ച്. എന്ത്? എന്റെ താലി, ആ കുരിക്ക്. നന്നായി. ചേച്ചി ഇപ്പോ ആരുടെ കൂടെ താമസിക്കുന്നത്? എന്റെ ഭർത്താവിന്റെ കൂടെ. ഓ, ഏട്ടാ, മോളെ, ഏട്ടാ. എന്റെ മോളെ, അവൻ ഞാൻ വെറുതെ വിടില്ല. അല്ലല്ല, എന്റെ കയ്യിലുണ്ട് ഏട്ടാ. പക്ഷെ നിങ്ങളെങ്ങനെ? ഇവളുടെ വീട്ടുകാര് നമ്മുടെ പ്രേമം കണ്ടുപിടിച്ച് ഒരാഴ്ചക്കുള്ളില ഇവരുടെ വിവാഹം നടത്തിയത്. ഒന്ന് ഒളിച്ചോടി വരാനുള്ള സാവകാശം പോലും നമുക്കുണ്ടായിരുന്നില്ല. പ്രിയയാണെങ്കിൽ ഈ ബന്ധം നിർത്താൻ പോയതാ. ഇവളുടെ അന്നത്തെ ഭർത്താവിനെ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അയാളുടെ അമ്മ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവളാണെങ്കിൽ 200 പവനോളം കൊടുത്തു. എന്നിട്ടും അവരുടെ ആർത്തി അടങ്ങിയില്ല. വീണ്ടും വീണ്ടും ഇവളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. സഞ്ജയ് എന്തെങ്കിലും? അയാൾ എന്നെ മോശമായ രീതിയിലൊന്നും തൊട്ടിട്ടില്ല. പക്ഷെ അയാളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. കൂടാതെ വോയിസ് ഓഡിയോ ക്ലിപ്പ് തെളിവായി കാണിച്ചാൽ പോലും അയാൾ സമ്മതിക്കില്ല. കൂടാതെ ഭക്ഷണം കഴിക്കാൻ പോലും അയാളുടെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ അയാൾ എന്നെ തല്ലി. അത് കഴിഞ്ഞ് കുറെ വട്ടം സോറി പറഞ്ഞ് ഇതുകൊണ്ടൊക്കെ വാങ്ങിച്ചൊക്കെ തന്നു. പക്ഷെ അയാൾ ആ സ്വഭാവം മാറ്റിയില്ല. പിന്നെ പറയാറില്ലേ, നമ്മൾ ഒരൊറ്റ ഒരാൾ മാത്രം ഒരു ബന്ധത്തിൽ എഫേർട്സ് ഇട്ടിട്ട് കാര്യമില്ലാന്ന്. 3ാമത്തെ തവണ അയാളുടെ കയ്യിൽ നിന്നുള്ള അടി കവിളിൽ കൊണ്ടപ്പോ അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഞാനെന്നല്ല ആരും അയാളുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന്. പിറ്റേന്ന് പുലർച്ചെ ഞാൻ എന്റെ പണ്ടവുമായി ഇറങ്ങി. അപ്പൊ വീട്ടുകാരോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഒളിച്ചിട്ട് പോയവളായിട്ടാ ലോകം എന്നെ കണക്കാക്കുന്നത്. ചേച്ചി കാരണമാണ് ഞാൻ വിനിയുടെ അടുത്തെത്തിയത്. ചേച്ചി കാരണമാണ് ഞാൻ നിന്നെയും കണ്ടുപിടിച്ചത്. ഇനി പേടിക്കണ്ട, അവനെ പോലുള്ളവരെ ജയിലിൽ കയറ്റണം. നീ എവിഡൻസ് ഒക്കെ എടുത്തില്ലേ? പിന്നെ ചേച്ചി, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താടാ? അയാളെന്നെ ഈ 4 മാസത്തിനുള്ളിൽ എത്ര തവണ എന്റെ അനുവാദം ഇല്ലാതെ അതെന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ ഡോക്ടർ കേസ് കൊടുക്കാനിരുന്നത്.
പക്ഷേ നമ്മുടെ അമ്മ നിർബന്ധിച്ച് എന്റെ കേസ് പിൻവലിപ്പിച്ചു. പിന്നെ തുടർച്ചയായി സെയിം സിറ്റുവേഷൻ തന്നെ. ഞാൻ കാരണല്ല ഇതൊക്കെ സംഭവിച്ചു. എന്നോടുള്ള ദേഷ്യല്ല അവൻ നിന്നോട് തീർത്തത്. അങ്ങനെയൊന്നുമില്ല ചേച്ചി. അയാൾ അങ്ങനത്തെ ഒരു രാക്ഷസന. അതിന് നിങ്ങൾ സ്വന്തം പഴിച്ചിട്ടെന്തിനാ? എന്നാലും ഒരെന്നാലില്ല, നമ്മളയാളെ കൊരുക്കുന്നു. ഇനി ഒരു പെണ്ണും അയാളുടെ കൂടെ ജീവിക്കരുത്. മോളെ, നീ കുഞ്ഞിനെ ഈ കുഞ്ഞാരണാണ് എനിക്ക് ജീവിക്കണം എന്ന് തോന്നൽ വരാൻ തുടങ്ങിയത്. അയാൾ അങ്ങനെ ആയതുകൊണ്ട് ഈ കുഞ്ഞിനെ അങ്ങ് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നീ സ്ട്രോങ്. പറഞ്ഞ പോലെ ശ്രേയ ചേച്ചി എന്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞു. നിന്റെ പേര് കേട്ടപ്പോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ തിരക്കി. അപ്പോഴാ അത് നീയാണെന്ന് മനസ്സിലായത്. അപ്പോഴേ ഞാനും വിനയും ഓടി വന്നു. ഇവളോണ് എന്റെ കക്ഷി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹം നിരപരാധിയാണ്. ഒബ്ജെക്ഷൻ യുവർ ഓണർ. ഒബ്ജെക്ഷൻ പ്രൊസീഡ്. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ ഭർത്താവായ എതിർകക്ഷി ശാരീരികമായും മാനസികമായും ലൈംഗികമായും കഴിഞ്ഞ 6 മാസത്തോളമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്റെ കക്ഷി അവിടെ നിന്നും ഒളിച്ചോടിയാണ് രക്ഷപ്പെട്ടത്. അതിലുപരി ഗർഭിണിയെ എന്ന പരിഗണന പോലും കൊടുക്കാതെ എന്റെ കക്ഷിയുടെ വയറിൽ തന്നെ എതിർകക്ഷി ചവിട്ടി. കൂടാതെ ഈ പീഡനങ്ങളൊക്കെ എന്റെ കക്ഷി സഹിച്ചത് സ്ത്രീധനത്തിന്റെ പേരിലും. യുവർ ഒരു സ്ത്രീക്കുണ്ടാവാൻ പോലും പാടില്ലാത്ത ക്രൂരതകൾ എന്റെ കക്ഷി സഹിച്ചു. ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ട അവളുടെ ഭർത്താവ് തന്നെയാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്തത്. യുവർ ഓണർ, PWDV ആക്ട്, IPC സെക്ഷൻ 498A, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, IPC സെക്ഷൻ 375, 376, 506, 505, 323, 325 ഇത്രയും കേസുകളിൽ അർഹതപ്പെട്ട ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഡിഫൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ ഫയൽ മേടിക്കല്ലേ? ഈ കോടതിയുടെ മുൻപാകെ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, പോലീസ് റിപ്പോർട്ടുകൾ, ആഭരണ ഇടപാട് തെളിവുകൾ, സാക്ഷികളുടെ മൊഴികൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഒന്നാം പ്രതി സഞ്ജയ് രാമനാഥൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 498A, 307, 376, 506 കൂടാതെ സ്ത്രീധന നിരോധന നിയമവും ഗുരുതരമായി ലംഘിച്ചിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയുന്നു. കൂടാതെ ഒന്നാം പ്രതിയുടെ അമ്മയായ രണ്ടാം പ്രതി ശ്രീജ സെക്ഷൻ 498A, 107, 109 സ്ത്രീധന നിരോധന നിയമങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരിയായി തെളിഞ്ഞിരിക്കുന്നു. ഒന്നാം പ്രതിക്ക് 30 വർഷം കഠിന തടവും രണ്ടാം പ്രതിക്ക് 5 വർഷം തടവും പിഴയും, ഇരയ്ക്ക് നിയമപ്രകാരം സംരക്ഷണവും നഷ്ടപരിഹാരവും മാന്യതയും ലഭിക്കേണ്ടതാണ്. കൂടാതെ ഇരയുടെ അഭ്യർത്ഥന പ്രകാരം വിവാഹബന്ധം നിയമാനുസൃതമായി വേർപിരിയുകയും ഇരയ്ക്ക് വിവാഹമോചനം അനുവദിക്കുകയും ഈ കോടതി ഉത്തരവിടുന്നു. നിനക്ക് ഇതുപോലും തന്നില്ലെങ്കിൽ ഞാൻ ഇവളുടെ ആങ്ങളെയായി ജീവിച്ചിട്ട് കാര്യമില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കില്ലേ? സാരില്ല മോളെ, അമ്മയെ അങ്ങനെയല്ല, അവര് ദുഷ്ടന്മാരാ. മോളെ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതുകൊണ്ട് ഇനി എന്താ മോളുടെ പ്ലാൻ? മുടങ്ങിയ പഠിപ്പ് തുടരണം, ജോലി നേടണം. എനിക്കും എന്റെ വാവക്കും വേണ്ടി എനിക്ക് ജീവിക്കണം. ഹലോ, നശിച്ചവളെ, എന്നെ നിന്റെ അച്ഛന്റെ നാണം കെടുത്തിട്ട് നിനക്ക് സമാധാനായില്ലേ? നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഞാൻ ഗുണം പിടിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. എന്താണ് ഇനി പറഞ്ഞേ? സ്ത്രീധന നിരോധന വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ ഞാൻ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. നശൂരമേ, നിന്നെ ഞാൻ... നിങ്ങൾ അവളോട് ചെയ്തെന്ന് നോക്കുമ്പോ ഇതൊക്കെ ചെറുതാ. വെക്കുവാ വിനയ്, വിദ്യ. ഇനി ഇവരൊന്നും നമുക്ക് വേണ്ട മോളെ. മോള് വാ.
തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും നാൾ എങ്ങനെ സഹിച്ചു? ജീവനില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം എനിക്ക് ജീവൻ വന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു. എന്നാ ഞാൻ എന്റെ ജീവിതം കൂടി തന്നാലോ? വാവ, എന്റെ വാവ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ? ദീക്ഷ മോളിന്ന് addition and subtraction പഠിച്ചല്ലോ. Also multiplication and division. ആഹാ, Diksha, come here. Let's play. Coming. Ritu, can I go? യെസ് യു ബി. ഷീസ് അഡോറബിൾ. കിരൺ, എനിക്കിപ്പോ ഞാനും എന്റെ മോളും കെട്ടിയുയർത്തി ചെറിയ ലോകത്ത് നമ്മൾ ഹാപ്പിയാണ്. അതിന്റെ കൂടെ വേറെ ഒരാളെ ഒരുപക്ഷെ എന്റെ കുഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യായിരിക്കും. ബട്ട് എനിക്ക് താല്പര്യമില്ല. ഇനിയും ഈ വിദ്യക്ക് കുറെ ജീവിക്കാനുണ്ട്, അറിയാനുണ്ട്. അതൊരു വിവാഹം കഴിച്ച് മാത്രമേ അനുഭവിക്കാമെന്നുണ്ടോ? That was unexpected. പക്ഷേ സാറില്ല വിദ്യ, ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ എന്നും സപ്പോർട്ടായിട്ട് തന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു കിരൺ ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. Ritu, ദീക്ഷനോട് എല്ലാരും ചോദിക്കാം അച്ഛൻ എന്തെന്ന്. അപ്പോ വാവ എന്താ പറയാറ്? ഇതുണ്ടെന്ന് പറയും. വാവേ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. വാവക്ക് അച്ഛനെ വേണോ? അങ്ങനെ വാങ്ങിക്കാൻ കിട്ടോ? പറ. വേണ്ട, ദീക്ഷയ്ക്ക് വിധുവിനെ മാത്രം മതി. അതിന്റെ കൂടെ മാമനും മാമിയും കുഞ്ഞുസും പിന്നുമ്മയും വെളിച്ചനും പിന്നെ ശരിച്ചു. ആഹാ, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ടല്ലോ. ഇന്നെന്താ വിധു തിന്നെ? നമുക്ക് കുറച്ച് പാസ്തയും പിzzയും വാങ്ങിച്ചാലോ? ഹായ്, ഹലോ. അപ്പം കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതിൽ ഞാൻ കുറേ സംഭവങ്ങൾ എന്താണ് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയാം. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം. കാരണം ഷിപ്പ് ഞാൻ കൊടുത്തിട്ട് എന്തുകൊണ്ട് ഷിപ്പിനെ ഒരുമിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഞാൻ ഷിപ്പിനെ ഒരുമിപ്പിക്കാത്തതല്ല. എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഈ കഥ എടുത്തപ്പോൾ നമ്മുടെ എന്താണ് FF ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടെ അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഒരാൾ, അതായത് വിദ്യയായിട്ടും സഞ്ജയായിട്ടും ആപ്റ്റായിട്ടുള്ള രണ്ടാൾക്കാരായിട്ട് എനിക്ക് ജിമിനും ശങ്കുക്കിനെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിതൊരു ജിക്കൂക്കായിട്ട് ഞാൻ എടുത്തത്. ആൻഡ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ലവ് സ്റ്റോറി അല്ലാന്ന്. ആൻഡ് കുറേ ജിക്കൂക്ക് സാഡായിരിക്കും എന്ന് എനിക്കറിയാം. ബട്ട് ദ തിങ് ഈസ്, ഞാൻ ഒരു ജിക്കൂക്ക് സ്റ്റോറി എൻ്റെ മൈൻഡിലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിന് മുമ്പേ ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് വന്നപ്പോൾ ഈ സ്റ്റോറി പെട്ടെന്ന് സ്ട്രൈക്കായിട്ട് ഞാൻ എഴുതി വെച്ച FF ആണ്. അപ്പം ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലോട്ട് ജിക്കൂക്കിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അത് വരും. അത് എപ്പോൾ വരും? ഈ കൊല്ലം കൊണ്ട് വരുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. എൻ്റെ പേസ് പോലെ ഇരിക്കും. ആൻഡ് നമ്മുടെ കുക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള 2 വേൾഡ്സ് അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാനത് തിരികെ വരുന്നതായിരിക്കും. അതായത് ഈ ഒരു മംഗലകുരിക്ക് തീർത്തിട്ട് ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 വേൾഡ്സ് ഞാൻ ഹെൽഡ് ചെയ്ത് വെച്ചത്. 2 വേൾഡ്സ് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന 2 വേൾഡ്സിൻ്റെ അടുത്ത എപ്പിസോഡായിരിക്കും. ആൻഡ് മംഗലകുരിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ജിക്കൂക്കിനെ ഒരുമിപ്പിക്കാത്ത ചോദിക്കും. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്കത് കണ്ടിട്ട് അവർ ഒരുമിപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തെറപ്പിക്ക് പോവുക. ഓക്കെ, ഇത്രയും ടോക്സിസിറ്റിയും ഇത്രയും ഇതായിട്ടുള്ളൊരു ഹൗസ് ഹോൾഡിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് പകരം അവളുടെ ഭർത്താവിൻ്റെ തല്ലും ഇതെല്ലാം കൊണ്ട് അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? അത് ഇതിനെ ന്യായീകരിക്കുന്നവരോടാണ് എൻ്റെ ഇത്. മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് കുറേ നോർമലൈസ്ഡ് ആയ കാര്യങ്ങൾ ഞാൻ അത് നോർമലൈസ്ഡ് അല്ല എന്ന് പറയുന്നുണ്ട്.
എസ്പെഷ്യലി മാരിറ്റൽ റേപ്പ്. ഇതൊക്കെ കണ്ട് ആർക്കെങ്കിലും തലക്ക് വെളിവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി, ഐ എം വെരി ഹാപ്പി. സോ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറേ സിറ്റുവേഷൻസിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. നമുക്ക് ചുറ്റുവട്ടത്ത് നമ്മൾ പോലും അറിയാതെ കുറേ പേര് അങ്ങനെ കടന്നു പോകുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ടായിട്ട് വേണേൽ ഞാൻ കാണാം, ഫോർ ദ സാക്രിഫൈസസ് ദേ മെയ്ഡ്. അപ്പം ദിസ് ഈസ് ദി എൻഡ് ഓഫ് മൈ യാപ്പിംഗ് സെഷൻ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴേലും ഈ മാസത്തിനുള്ളിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിനുള്ളിൽ ഞാൻ വരും. ഓക്കെ, അപ്പം ബൈ ബൈ.